പ്പെടുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇന്ന് രാത്രികാലം കുറിവാക്യമായി വായിച്ച ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ നിശ്ചയമായും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അത് ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് യഥാർത്ഥമായൊരു മറുപടിയോടുകൂടെ ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കുമാറാകട്ടെ. ഏറിയ പ്രാർത്ഥനയോടുകൂടെ വിവിധയിടങ്ങളിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എങ്കിലും കഴിവുള്ളവരൊക്കെ അല്ലെങ്കിൽ അതേ മറ്റു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ യാത്രകളോ ഒന്നുമല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലാണ് എന്ന് എനിക്കറിയാം. കഴിവതും വീഡിയോ ഓൺ ആക്കുമെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ഒന്നിച്ച് ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മീറ്റിംഗ് ആയി മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ അതേ നമ്മൾ ഇങ്ങനെ കാണുവാൻ കഴിഞ്ഞു: ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ ഒന്നാമതായിട്ട് നാം ചിന്തിക്കണം, ദൈവം എന്താണ്? ദൈവം ആരാണ്? ഹല്ലേലൂയ. അതേ ദൈവം ഉണ്ടേ എന്ന വസ്തുതകളെ നിരത്തിക്കൊണ്ടല്ല വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ആരംഭത്തിൽ ഇങ്ങനെ കാണുന്നു, ഉൽപ്പത്തിയിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദൈവ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം ഉണ്ടേ, അതേ ദൈവത്തിൻ്റെതായ അതേ ഹല്ലേലൂയ ആ ശക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുകയാണ്. അതേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ടോ എന്നൊക്കെ പലരും അതേ വീരവാദങ്ങൾ മുഴക്കാറുണ്ട്. എന്നാൽ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ട് ഈ വേദപുസ്തകം ഇന്ന് രാത്രികാലം വായിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. സൃഷ്ടിവാദം വിളിച്ചു പറയുന്നു ദൈവം ഉണ്ട്. പലപ്പോഴും പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, എന്താ ദൈവമേ, ദൈവം ഉണ്ടോ? എന്റെ വിഷയം എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കപ്പെടുന്നില്ല എന്ന ചില ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ഉയർന്നു വരാറുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം ഉണ്ട് എന്നതിന്റെ വ്യക്തമായ ചില അതേ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദൈവം ഉണ്ട് എന്ന് അതേ സൃഷ്ടിവാദം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും പഠിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം സകലത്തിന്റെയും സൃഷ്ടിതാവാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ് ഇല്ലാതെ സൃഷ്ടി ഉണ്ടാകുന്നില്ല. വളരെ മനോഹരമായ നിലയിൽ ഒരു വീട് കാണുമ്പോൾ ആ വീടിന് ആ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു കരം അതിന്റെ പിന്നിലുണ്ട്. മനോഹരമായ നിലയിൽ വളരെ ടേസ്റ്റിയോടുകൂടെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അതിനെ ഉണ്ടാക്കുവാൻ വേണ്ടി അതിനുവേണ്ടി സമയത്തെ എടുത്തതായ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടതായ അതേ ഒരു കരം അതിന്റെ പിന്നിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഏതൊരു വസ്തുത എടുത്താലും ഒരു ഉപകരണം എടുത്താലും സിദ്ധാന്തങ്ങൾ എടുത്തു പഠിച്ചാലും യന്ത്രങ്ങൾ എടുത്തു പഠിച്ചാലും എല്ലാം അതിന്റെ പിന്നിൽ മനോഹരമായ നിലയിൽ അതിനെ ആ നിലയിൽ നിർത്തിയ ഒരു സൃഷ്ടിതാവുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രികാലം ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഇത്ര മനോഹരമായ നിലയിൽ ഈ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രികാലം നാം മറന്നുപോകുന്ന ദൈവത്തിന്റെ പൈതലെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സകലവും ചമച്ചവൻ ദൈവം തന്നെ. സകലവും ചമച്ചവൻ ദൈവം തന്നെ. പലപ്പോഴും പ്രൈസ് ലോർഡ് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, അതേ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും ദൈവമുണ്ടോ, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും പല സംശയങ്ങളും നമ്മളിൽ ഉയർന്നു പൊങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഉറപ്പിക്കാൻ തയ്യാറാണ്: എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സൃഷ്ടിവാദം ശക്തമായി തന്റെ സൃഷ്ടികളോട് പറയുന്നു, അല്ല സകലവും
സകലവും ചമച്ച ഒരു ദൈവമുണ്ട്. സകലത്തിന്റെ സൃഷ്ടിതാവായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം മെനയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവമുണ്ട് എന്ന് അതേ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് എന്റെ സന്ദേശത്തെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. രണ്ടാമതായിട്ട് ക്രമീകരണവാദം. എന്താ ക്രമീകരണവാദം നമ്മളോട് സംസാരിക്കുന്നത്? നമ്മൾ എവിടെ കടന്നു ചെന്നാലും അവിടെയൊക്കെ അടുക്കും ചിട്ടയുമുണ്ട്. എല്ലാം അതിൻ്റെതായ നിലകളിൽ ക്രമീകരിച്ചിട്ടിരിക്കുന്നത് കാണാം. നമ്മൾ ലൈബ്രറിയിലേക്ക് കടന്നു ചെന്നാൽ വളരെ മനോഹരമായ നിലയിൽ ആ ലൈബ്രറി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഓരോ സെക്ഷനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ റൂമുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഹല്ലേലൂയ കിച്ചണിലുള്ള സാധനങ്ങൾ ബെഡ്റൂമിൽ കാണത്തില്ല, ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ കിച്ചണിൽ കാണത്തില്ല. അതേ വിസിറ്റിംഗ് റൂമിലുള്ളത് വിസിറ്റിംഗ് റൂമിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ അതിൻ്റെതായ നിലയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു കരം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവജനത്തോട് ഞാൻ അടിവരയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ക്രമീകരിക്കുന്നവരില്ലാതെ ക്രമീകരണം നടക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പലതും പഠിക്കപ്പെടുമ്പോൾ അതിനകത്ത് ക്രമീകരണങ്ങളെ ആഴത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ സകലവും നല്ല ക്രമത്തിലും നിശ്ചിത അകലത്തിലും ദൈവം ഉറപ്പിച്ചിരിക്കുകയാണ്. സൂര്യനെ സൂര്യന്റെ അതേ തലത്തിലും ഭൂമിയെ ഭൂമിയുടെ ഭ്രമണപഥത്തിലും മറ്റു ഉപഗ്രഹങ്ങളെ ഗ്രഹങ്ങളെയൊക്കെ അതിൻ്റെതായ തലങ്ങളിലും ദൈവ സൃഷ്ടിക്കപ്പെടുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിനൊരു തെറ്റു പറ്റിയിട്ടില്ല. മാനുഷികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പലതിനും അതേ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കപ്പെടാറുണ്ട്. മനുഷ്യന്റെ രൂപകൽപ്പനകൾക്ക് പിന്നിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കപ്പെടുമ്പോൾ ദൈവ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും ഒരു കേടുവരാനോ ഒരു പരാജയം സംഭവിക്കാനോ അതാ ഭ്രമണതലത്ത് തെന്നി മാറി പോകാനോ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, സൂര്യനും ഭൂമിയും തമ്മിൽ ഒരു നിശ്ചിത അകലത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്ത് ചേർന്ന് വന്നിരുന്നെങ്കിൽ ഇത് എന്നെ ചൂട് അസഹനീയമായി എന്നെ നമ്മൾ നഷ്ടമായി പോയനെ. ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലങ്ങളെ നിശ്ചിത അനുപാതത്തിൽ സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ദൈവം ഉണ്ട് എന്ന്. അതേ എന്ന യാഥാർത്ഥ്യം ക്രമീകരണവാദം നമ്മളോട് അതേ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അംഗീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. ഒന്നാമതായിട്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 14-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അതേ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുവാൻ ഇടയായി തീരും. രണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. വായിക്കപ്പെട്ട കുറിവാക്യം അവിടെയാണ് കാണുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. മൂന്നാമതായിട്ട് കാണുന്നു, അതെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അതെ ദൈവ മക്കളായിരിക്കണം. നാലാമതായിട്ട് അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം. ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഈ കാര്യങ്ങളെ അനുസരിക്കുവാൻ അതെ പ്രാപ്തനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം, ദൈവത്തിന് അതെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. അത് പലവിധത്തിലുള്ള ഇഷ്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്ന ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി മാറുന്നുണ്ട്. പലപ്പോഴും ദൈവ ഇഷ്ടത്തിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ നമ്മുടെ ഇഷ്ടങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തി കളയാറുണ്ട്. രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ. എന്താ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ? പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് ഇങ്ങനെ പറയും, ഹല്ലേലൂയ, അതെ ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ വിളി എന്റെ മേൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല? അത് എന്റെ ബന്ധുക്കളോടോ എന്റെ മിത്രങ്ങളോടോ ന്യായപ്രമാണം ഹല്ലേലൂയ തന്നെ പഠിപ്പിച്ചെടുത്ത ഗമാലിയേലിനോട് ചോദിക്കുവാൻ അവൻ നിന്നില്ല. ദൈവ ശബ്ദത്തിന് മുമ്പിൽ അവൻ കാതോർക്കുന്നവനായി തിരുവാനിടയായി തീർന്നു. അടുത്തതായിട്ട് കാണുന്നു, എന്താ അടുത്തിഷ്ടമെന്നറിയാം?
എന്നറിയാമോ? പിശാചിന്റെ ഇഷ്ടം. എന്താ പിശാചിന്റെ ഇഷ്ടം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം നമ്മളിൽ അത് പ്രവർത്തിക്കപ്പെടാൻ കഴിയാതെ, അത് ദൈവിക വചനം നമ്മളിൽ വളരുവാൻ കഴിയാതെ, ദൈവ ശബ്ദത്തെ അതിൻ്റെതായ നിലയിൽ ഗ്രഹിക്കുവാൻ കഴിയാതെ പാപത്തിൽ അത് നമ്മളെ തളർത്തിക്കളയുന്ന, പാപത്തിൽ നമ്മളെ വീഴ്ത്തിക്കളയുന്ന, പ്രതിസന്ധിക്കകത്ത് നമ്മളെ ഒതുക്കിക്കളയുന്ന അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിന് മുമ്പാകെ അത് ഉയർന്നു വരുമ്പോൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം ദൈവ പൈതലെ, അത് നമ്മുടെ ദൈവിക ഇഷ്ടത്തിലേക്ക് നാം വരാതെ അത് ആ ഇഷ്ടങ്ങളെ തടുക്കുന്ന ദുഷ്ടശക്തിയുണ്ട്. അതാണ് പിശാചിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം. അടുത്തതായിട്ട് കാണുന്നു ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. എന്താ ദൈവത്തിന്റെ ഇഷ്ടം എന്നറിയാമോ? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. അതിന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന് 21-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവിക ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അതേ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അകന്നിരിക്കുകയാണോ? ഇന്ന് രാത്രികാലം വിശുദ്ധ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, ഹല്ലേലൂയ അതുപരിയായി ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അത് ലേഖനത്തിൽ യോഹന്നാൻ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ കഴിയുമോ? ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നാം ദൈവിക ഇഷ്ടത്തിൽ നിലകൊള്ളുന്നവരായി തീരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ന് രാത്രികാലം എബ്രായ ലേഖനം ആദ്യോടെ നാം പഠിക്കപ്പെടുമ്പോൾ ഇത് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു പുസ്തകമാണ്. പല വിധത്തിലുള്ള അതേ ഒത്തിരി മുന്നറിയിപ്പുകൾ നമുക്ക് കൈമാറുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്നുള്ളത്. ഏകദേശം 13 അധ്യായങ്ങൾ നിറയപ്പെട്ടിരിക്കുന്ന ഈ ചെറിയ ഗ്രന്ഥത്തിനകത്ത് ആഴമേറിയ വസ്തുതകൾ നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് എന്ത് വിശ്വസിക്കണം? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലമൊരുക്ക ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഇന്ന് രാത്രികാലം ഈ രണ്ട് കാര്യങ്ങളും അത് നമ്മൾ അംഗീകരിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിന് യഥാർത്ഥമായ ഒരു പരിഹാരം ലഭിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നവർക്ക് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് ബൈബിൾ എന്ന അതേ BIBLE ഈ സ്പെല്ലിംഗ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അതേ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിംഗ് എർത്ത് എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം ആകമാനം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ കടന്നു വന്ന് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് നാം അനുസരിക്കപ്പെടേണ്ട, നാം മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാസ്ഥിതികതകൾ സകലതും ഇതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ശിശു മുതൽ പ്രായമുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തപ്പെട്ട ഏതൊരു വ്യക്തിയാന്ന് പറഞ്ഞാല് ഏത് പ്രായത്തിലുള്ളവരോട് സംസാരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഏതൊരു വ്യക്തിയോടും സംസാരിക്കത്തക്ക നിലയിൽ ഏതൊരു പ്രായക്കാർക്കും അവർക്ക് മനസ്സിലാകത്തക്ക നിലയിലാണ് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കാലത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞാനും നിങ്ങളെ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കപ്പെടാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ വേറെ വേഗത്തിൽ മുന്നോട്ട് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിനുള്ളിൽ ഹല്ലേലൂയ കേട്ട ഒരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ആ കത്തുന്ന മുൾപ്പടർപ്പിനുള്ളിൽ നിന്ന് ഉയർന്നു തരുന്ന ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഒരുവൻ സമർപ്പിക്കപ്പെട്ടു. ദൈവമക്കളെ, പലപ്പോഴും നാം കേൾക്കപ്പെടുന്ന പല ദൈവിക സത്യങ്ങളുണ്ട്, പല ദൈവിക ആലോചനകളുണ്ട്. എന്നാൽ ആ ദൈവ ശബ്ദത്തെ അത് എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സമർപ്പിക്കുവാൻ, അതിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം നമ്മളെ കൂടെ വെളിപ്പെടുവാൻ ഇടയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. അതേ പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ തന്നെ 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാളും ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കത്തുന്ന മുൾപ്പടർപ്പിനുള്ളിൽ തനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവനിയോഗത്തിന്റെ ദൈവിക
ശബ്ദത്തെ അത് തന്റെ യോഗമായി, അത് തന്റെ ദൗത്യമായി അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചെങ്കിൽ ഹല്ലേലൂയ 11:24 പറയുന്നു, ഹല്ലേലൂയ, മിസ്രയീമിലുള്ള ശ്രേഷ്ഠമായ പദവികളെ, മിസ്രയീമിൽ തനിക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്ന സുഖകരമായ അനുഭവങ്ങളെയൊക്കെയും ചപ്പന്നും ചവറന്നും കണ്ടുകൊണ്ട് ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുവാൻ അവൻ സമർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട നാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതികൾക്കൊത്തവേണ്ട ദൈവത്തിന്റെ നിയോഗത്തിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് മോശയോട് ചോദിക്കാം, അല്ലേ മോശേ, എന്താ നീ എടുത്ത തീരുമാനം ശരിയാണോ? കത്തുന്ന മുൾപ്പടർപ്പ് സത്യമാ? അതിനൊക്കെ ദൈവശബ്ദം വെളിപ്പെട്ടത് സത്യമാ? ആ ദൈവശബ്ദത്തിൽ അതെ നിന്റെ അവന്റെ നിയോഗം വെളിപ്പെട്ടു, അല്ലെങ്കിൽ അവരവിടെ സമർപ്പിക്കപ്പെട്ടു എന്നാൽ ഞാൻ മോശയോട് ചോദിക്കുന്നു, അല്ലേ മോശേ, നീ ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണോ? മോശ പറയും, ഹല്ലേലൂയ, അതേ മിസ്രയീമ്യ, അതേ കൊട്ടാരത്തിൽ ഫറവോന്റെ സൈന്യാധിപനായി വളരുന്നതിനേക്കാൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപനായി നിൽക്കുവാൻ എനിക്ക് കഴിയുന്നതാണ് എന്റെ ശ്രേഷ്ഠത എന്ന് മോശ പറയുവാനിടയായി തീരും. മാത്രമല്ല, ഹല്ലേലൂയ, ഫറവോൻ തന്റെ മേൽ കൊടുക്കുന്ന അധികാരത്തിന്റെ ചെങ്കോലല്ല വലുത്, ദൈവം ഏൽപ്പിച്ച അധികാരത്തിന്റെ വടിയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഇന്ന് രാത്രികാലം ഓർക്കണം, ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മളെ മാടി വിളിച്ചാലും, ഈ ലോകത്തിന്റെ എത്രമാത്രം സുഖങ്ങളോ അല്ലെങ്കിൽ സുഖലോലുപതകളോ നമ്മളല്ലേ അത് മാടി വിളിച്ചാലും രാത്രികാലം മറക്കരുത്, ഹല്ലേലൂയ, അതിനും ശ്രേഷ്ഠമായ ദൈവിക മാന്യത എനിക്കും നിങ്ങൾക്കും ഇവിടെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന്റെ മഹത്വകരമായ പ്രവൃത്തികൾക്ക് വേണ്ടി അതിൽ വിളിക്കപ്പെട്ട നാം അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് നിലകൊള്ളുമ്പോൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, അല്ലെങ്കിൽ മടങ്ങി പോകാൻ ഒത്തിരി ഇടങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാൻ കുഞ്ഞെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു മോശി എടുത്ത തീരുമാനം പോലെ, മോശയുടെ വെളിപ്പെടുന്ന നിയോഗം പോലെ ദൈവ ശബ്ദത്തെ ഒന്ന് നെഞ്ചിലേറ്റാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. മോശയോട് ചോദിച്ചേ, അല്ലയോ മോശേ, ഹല്ലേലൂയ, നിനക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ രാജകീയ രഥമില്ലായിരുന്നു, നീ എന്തിനായി മരുഭൂമിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? മോശ പറയും, ഫറവോന്റെ കൊട്ടാരത്തിലെ രഥത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ മരുഭൂമിയിൽ കൂടെയുള്ള എന്റെ യാത്ര. അതിന്റെ കൊട്ടാരത്തിൽ ഒരുപക്ഷെ മോശേ നിനക്ക് രാജകീയ ഭോജനം ലഭിക്കപ്പെടത്തില്ലായിരുന്നു, എന്നാൽ മോശ പറയാ, ആ രാജകീയ ഭോജനത്തെക്കാൾ ഈ മരുഭൂമിയിൽ സ്വർഗം എനിക്ക് തന്നൊരപ്പമുണ്ട്, ഹല്ലേലൂയ, അതിന്റെ ശ്രേഷ്ഠതയാണ് വലുത്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതായ ദൈവത്തിൻ്റെതായ അതേ പ്രവർത്തിക്ക് വേണ്ടി താൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന ആ പേരിനെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ അവൻ സമർപ്പിക്കപ്പെടാനിടയായി തീർന്നു. Praise God. Hallelujah. Hallelujah. Praise the Lord. രാത്രികാലം ആ മോശയെ പോലെ ദൈവത്തിന്റെ പദ്ധതികളിലേക്കൊന്ന് തിരിഞ്ഞു വരാൻ നമുക്ക് കഴിയുമോ? ദൈവിക പദ്ധതികളിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്, അത് ദൈവിക മഹത്വത്തിലേക്ക് നമുക്കൊന്ന് എത്തപ്പെടാൻ കഴിയുമോ? Praise the Lord. Hallelujah. മോശയെ നോക്കിക്കേ, അല്ലെങ്കിൽ മോശയുടെ മേൽ ദൈവപ്രവൃത്തിയുടെ ആഴം വെളിപ്പെട്ടു. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. സ്വർഗത്തിന്റെ മഹത്വം ഒരു മോശയിൽ കൂടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വിശാലതകൾക്ക് വേണ്ടി ദൈവം അവനെ എന്തിനു വേണ്ടി വിളിച്ചുവോ ആ ദൈവിക ദൗത്യം അവനെ കൂടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അതിൽ ഇടവരുത്തിയെങ്കിൽ ഇന്ന് രാത്രിക്കാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുകൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് ചുവട് വെക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. അതേ ഒരു ചെറിയ സന്ദേശം കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങളായിരിക്കുന്ന കൂടാരത്തിന്റെ അകത്തളത്തിൽ ഏകദേശം 4 ഭിത്തികൾക്കകത്ത് പലപ്പോഴും ഒതുക്കപ്പെട്ടവനായി നിൽക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് ചേർന്ന് വരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്ഥിതികൾ അവൻ മാറ്റുവാൻ തുടങ്ങുക. ദൈവത്തിന്റെ പദ്ധതികൾ അത് നിശ്ചയമായി ജീവിതത്തിന് സംഭവിക്കപ്പെടാനിടയായി തീരും.
Praise God. Hallelujah. Hallelujah. നോക്കിക്കേ, മോശയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവിക നിയോഗത്തിലേക്ക് അവൻ എത്തപ്പെട്ടു. മോശ എങ്ങനെ അതേ പ്രൈസ് ദി ലോർഡ് അതേ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുകയാ. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി അവൻ അതേ മലയിലേക്ക് കയറി ചെന്നു, പർവ്വതത്തിലേക്ക് കയറി ചെന്നു. എന്നാൽ ഹല്ലേലൂയ, നോക്കിക്കേ, മോശ വരാൻ താമസിക്കപ്പെടുമ്പോൾ ജനം ഇവിടെ പറയുക, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ സംഭവങ്ങളാണ്, വേഗത്തിൽ ഓടിച്ചു പോകുകയാണെങ്കിൽ മാത്രമേ എനിക്കിതിന് കൺക്ലൂഷൻ ആക്കാൻ പറ്റുകയുള്ളൂ. നോക്കിക്കേ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ മോശ വരെ താമസിക്കുന്നത് കണ്ടപ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവർക്കൊരു രാജാവിനെ, അവർക്കൊരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജനം തങ്ങളുടെ ആവശ്യത്തെ ഉന്നയിക്കുകയാണ്. അഹരോന്റെ നേതൃത്വത്തിൽ പൊൻകുടുക്കുകളെ പറിച്ചിട്ട് എന്ത് സംഭവിക്കപ്പെട്ടു? അതിനകത്തുനിന്ന് ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ കാണുന്ന ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയെന്ന്. അതിന്റെ മേൽവിലാസം എന്തെന്നറിയാമോ? ദൈവം എന്ന മേൽവിലാസം, അതിന്റെ ലേബല് ദൈവം എന്ന് കൊടുക്കുവാനിടയായി. എന്നാൽ ഓർക്കണം, ഹല്ലേലൂയ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പേരിൽ പലപ്പോഴും പലയിടത്തും പല കാര്യങ്ങൾ നടക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിക്കാലം ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തരായ നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഘോഷിക്കുന്നവരായി, ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥമായി കാണുന്ന ഒരു തലമുറയായി ഞാനും നിങ്ങളും മാറേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ ഓർക്കുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട മോശ പർവ്വതത്തിൽ വരാൻ താമസിക്കപ്പെടുമ്പോൾ അവിടെ മറ്റൊരു പ്രവൃത്തി, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പാപത്തിന്റെ പ്രവൃത്തി, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. എന്നാൽ അതിലേക്ക് തന്റെ ജനം എത്തപ്പെടുകയാണ്. കനാനിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്ത ജനമാണ്. എന്ന് നോക്കിക്കേ, ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവപ്രവർത്തികൾക്ക് വിരോധമായി ചലിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇവിടെ വലിയൊരു ആർപ്പ് നടക്കുകയാണ്. മോശ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ആർക്കുന്നവരുടെ ഘോഷമല്ലായിരുന്നു, അത് തോറ്റി നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല. പിന്നെ എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അത് പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമായി മാറ്റപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്തപ്പെടുകയാണ്. ഇത് കണ്ടപ്പോൾ മോശയുടെ ഹൃദയം തകർക്കപ്പെടുവാനിടയായിരുന്നു. മോശ എന്ത് ചെയ്യുന്നറിയാമോ? മോശ പാളയത്തിന്റെ വാതിൽക്ക് നിന്നുകൊണ്ടിങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ എവിടെ വരണം? മോശയുടെ അടുക്കിലേക്ക് ചെല്ലണം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് ഒരു കൂട്ടർ മോശയുടെ അടുക്കിലേക്ക് ഓടി വരുവാനിടയായിത്തീർന്നു. അവരെ പേര് വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. അവർ ലേവ്യരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പക്ഷത്തേക്കുള്ളവൻ എന്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന് പറയുന്നു. ആ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഒരു കൂട്ടർ ഓടി മോശയുടെ അടുക്കിലേക്ക് എത്തപ്പെടുകയാ. ഞാൻ ചിന്തിക്കുന്നു, അനേകർ അവിടെയുണ്ട്. ഹല്ലേലൂയ, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ അവർ കളിക്കുകയാ. അവർ അതിന്റെ മുമ്പിൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഇരിക്കുകയാ. ഹല്ലേലൂയ, അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു, അവർ കളിപ്പാൻ എഴുന്നേറ്റു. ആരുടെ മുമ്പിൽ? കാളക്കുട്ടിയുടെ മുമ്പിൽ. ഇങ്ങനെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത് ഹല്ലേലൂയ തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ഈ സമയത്ത് ഒരുവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടി വരാനിടയായിത്തീർന്നു. അവന്റെ പേരാണ് ഹല്ലേലൂയ ലേവ്യൻ എന്ന്. ലേവ്യർ അവരുടെ അടുക്കിലേക്ക്, മോശയുടെ അടുക്കിലേക്ക് ഓടി വരാനിടയായിത്തീർന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുന്നു. അതാണ് എന്റെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ, നോക്കിക്കേ, ഈ ലേവ്യൻ കേൾക്കേണ്ട താമസം അവൻ ഓടി വരികയാണ്. ഈ ലേവ്യന് ഒരു ചരിത്രമുണ്ട്. ഇവർക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പക്ഷത്തേക്ക് വരാൻ ഇന്നലെ യോഗ്യതയില്ലാതെ ഇവർ തള്ളപ്പെട്ടവരാണ്. ഒന്നുകൂടെ പറയാം, യാക്കോബ് തന്റെ മരണസമയത്ത് തന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വിളിച്ചപ്പോൾ ഹല്ലേലൂയ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്കുള്ള വാഗ്ദത്തങ്ങൾ
ആയുധങ്ങൾ, അവർക്കുള്ള അനുഗ്രഹങ്ങൾ ഒക്കെയും അവൻ പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശിമയോനും അതേ ലേവിക്കും ഒരു അനുഗ്രഹം യാക്കോബ് നൽകുന്നില്ല. ഇന്ന് രാത്രികാലം ഓർക്കണം ദൈവത്തിന്റെ പൈതലെ, പലപ്പോഴും ലഭിക്കപ്പെടേണ്ട നമ്മുടെ നന്മകൾ, നമ്മുടെ ഉയർച്ചകൾ, നമ്മുടെ അതേ ദൈവിക കരുതലുകളൊക്കെ നമ്മൾ അന്യപ്പെട്ടു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പക്ഷത്തേക്ക് കടന്നു വരാൻ കഴിയുമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയുമോ? Praise God. Hallelujah. ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നാൽ നിശ്ചയമായും ദൈവ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടാനിടയായിത്തീരും. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ അവിടുന്ന് പറയുവാനുണ്ടെങ്കിലും സമയം ഓടിപ്പോവുകയാണ് എന്റെ മുമ്പിൽ. ഹല്ലേലൂയ. അത് വളരെ വേഗം ഓടുന്നൊരു ക്ലോക്കുണ്ട്. എന്നാൽ അതിന് വേഗത്തിൽ ഞാൻ ഓടിയെങ്കിൽ മാത്രമേ ഈ മെസ്സേജ് അത് പൂർത്തിയാക്കാൻ കഴിയത്തുള്ളൂ. ഒന്ന് നോക്കിക്കേ, യാക്കോബ് ഹല്ലേലൂയ ഈ മക്കളെയെല്ലാം അനുഗ്രഹിക്കാൻ വിളിക്കും പ്പെടുമ്പോൾ അതേ ഓരോ മക്കളായി തന്റെ അടുക്കൽ എത്തപ്പെടുകയാണ്. ഓരോ മക്കളെ നോക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് അദ്ദേഹം അനുഗ്രഹിക്കാൻ തയ്യാറായി. എന്നാൽ ശിമയോന്റെ അടുത്ത് ലേവിയുടെ അടുത്ത് വരുമ്പോൾ ഈ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. റഫറൻസ് വേണമെന്ന് കുറിച്ചു. അതേ പ്രൈസ് ദി ലോർഡ് ഉൽപ്പത്തി പുസ്തകം 49 അതിന്റെ 5-6 ഇങ്ങനെ പറയുന്നു, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അപ്പൻ പറയുക അവരുടെ ആയുധങ്ങൾ എന്താണ്? അവരുടെ വാളുകൾ എന്താണ്? സാഹസത്തിന്റെ ആയുധങ്ങളാണ്. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. അനുഗ്രഹത്തിന് പകരം ശപിക്കുന്ന ഒരു പിതാവ്. എന്താ യാക്കോബേ നീ നിന്റെ തലമുറയെ അനുഗ്രഹിക്കാതെ അവരെ ശപിക്കുന്നത്? യാക്കോബ് പറയും ഹല്ലേലൂയ ഇന്നലകളിൽ അതേ വളരെ വേദനകളിൽ കൂടെ അതേ ഞാൻ കടന്നു പോകേണ്ടി വന്നു. അത് ലേവിയോട് ചോദിച്ചു, എന്താ ലേവി നിനക്ക് പറ്റിയ അബദ്ധം? എന്താ നീ അപ്പോൾ നിന്നെ ശപിച്ചത്? അവർ പറയും ഹല്ലേലൂയ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക അതേ സഹോദരി, അവളുടെ പേര് ദീന എന്ന്. ഹല്ലേലൂയ അവൾക്ക് വന്ന ഈ അപമാനം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ അതേ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അതേ സംഭവിക്കപ്പെടാൻ സാധ്യതകളുള്ളതാ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കോപം വളരെയധികം വർദ്ധിക്കപ്പെട്ടിട്ട് പലപ്പോഴും അത് അതേ ദോഷകരമായി ബാധിക്കപ്പെടാം. ഇവിടെ നോക്കിക്കേ, തന്റെ ഏക സഹോദരി അപമാനിക്കപ്പെട്ട വിഷയം അറിഞ്ഞിട്ട്, അവൻ നശിപ്പിക്കപ്പെട്ട വിഷയം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ലേവിയും ശിമയോനും കടന്നു ചെന്ന് അവിടെയുള്ള ആണുങ്ങളെ മുഴുവൻ അവൻ വെട്ടി നശിപ്പിക്കുവാനിടയായി തീർന്നു. അതാണ് പ്രൈസ് ദി ലോർഡ്. നാളുകൾ കഴിഞ്ഞിട്ടും സ്വന്തം പിതാവിന്റെ ഹൃദയത്തിൽ ഒരു വേദനയായി അത് നിലകൊള്ളുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ഹല്ലേലൂയ. അതാണ് യാക്കോബ് പറഞ്ഞത്, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങളാണ്, അവരുടെ യോഗത്തിൽ ചേരരുത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം ശാപവും തലയിലേറ്റിക്കൊണ്ട് ഒന്നുകൂടെ പറയാം ദൈവമക്കളെ, ഹല്ലേലൂയ കൂട്ട സഹോദരന്മാർ ചേർത്ത് പിടിക്കേണ്ടവരൊക്കെ അവരെ അകറ്റിക്കളയാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പിടിക്കേണ്ടവർ അകറ്റി നിർത്തി. ഒന്നുകൂടെ പറയാം, പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ദൈവിക പദ്ധതി വെളിപ്പെടുന്നത് വരെ അവർ പുറത്തായിരുന്നു. ഒന്നുകൂടെ പറയാം, യാക്കോബിന്റെ മറ്റ് തലമുറകളൊക്കെ അപ്പനും അനുഗ്രഹവും മേടിച്ചുകൊണ്ട് മാറുമ്പോൾ ശാപം തലയിലേറ്റ് നിൽക്കുന്ന അതേ ലേവി എന്ന നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വേദനിക്കപ്പെട്ട് തിരുത്തപ്പെടാൻ കഴിയാത്ത അനുഭവത്തിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി സ്വർഗം ഒരു സമയം കുറിച്ചു. എന്തിനെന്നറിയാമോ? അവരുടെ ശാപത്തെ മാന്യതയിലെത്തിക്കാൻ, അവരുടെ ശാപത്തെ മാറ്റാൻ, അവരുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തീകരിക്കപ്പെടാൻ. ഒന്നുകൂടെ പറയാം ദൈവവൈതലേ, ഹല്ലേലൂയ. നിർഭയമായിരുന്ന പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ഹല്ലേലൂയ ആ രക്തത്തിളപ്പിൽ അവർ ചെയ്തു വെച്ച പാപപ്രവൃത്തി വളരെ വേദനയായി പിതാവിന് ഭവിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ തിരുത്തപ്പെടാൻ കഴിയാത്ത നിലയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ അതേ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ കഴിയുക, ദൈവത്തിന്റെ ഹിതം അവിടെ വെളിപ്പെടാൻ തുടങ്ങുക, ദൈവത്തിന്റെ നീതി കാണിക്കാൻ തുടങ്ങുക. നോക്കിക്കേ, ചില നാളുകൾ ഈ സഹോദര കുടുംബത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ പറയാം, അവരുടെ അതേ ഇങ്ങനെ അതേ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ യോഗത്തിൽ
കൂട്ടായ്മത്തിൽ കൂടരുത്. എന്താണ്? ഇവർ കൂട്ടായ്മ കൂടിയാൽ പോലും ഈ ലേവിക്കും കൂട്ടർക്കും ഇവിടേക്ക് പ്രവേശനമില്ല. ഇവർക്ക് ഇവിടെയൊക്കെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാ. ഒന്നുകൂടെ പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കൂട്ടായ്മ പോലും ഇവർക്ക് പ്രൈസ് ദി ലോർഡ് അംഗത്വം കൊടുക്കാതെ ഇവരെ അകറ്റി നിർത്തുമ്പോൾ, ഇവരെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് കുറിക്കാനിടയായി തീർന്നു. നാളുകൾ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതെ തന്റെ സ്വന്തം ജനമായിരിക്കുന്ന അതെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനം, കനാനിൽ എത്തപ്പെടുന്ന ജനം നോക്കിക്കെ കാണുവാൻ കഴിയുന്നു. അതെ പ്രൈസ് ദി ലോർഡ്, മോശെ ഇറങ്ങി വരാൻ താമസിക്കുമ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വിഗ്രഹാരാധന ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അതിന്റെ ഇടയിൽ നിന്ന് മോശെ പറയുന്നു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇത് കേൾക്കുമ്പോൾ ലേവി എന്ത് ചെയ്ത്? ലേവിയർ യഹോവയുടെ സന്നിധിയിലേക്ക്, യഹോവയുടെ പക്ഷത്തുള്ളവർ എന്ന് പറയുമ്പോൾ തന്നെ അവർ കേൾക്കേണ്ട താമസം അവർ മോശയുടെ അരികിലേക്ക് ഓടി വരാനിടയായി തീർന്നു. നോക്കണേ ദൈവ പൈതലേ, ഇന്നലകളിൽ അകറ്റി നിർത്തിയവർ ദൈവത്തിന്റെ പക്ഷത്തേക്ക് കടന്നു വന്നപ്പോൾ ദൈവ പ്രവൃത്തിയുടെ ഹല്ലേലൂയ മഹത്വം അവർ വെളിപ്പെടാനിടയായി തീർന്നു. ചിന്തിക്കുന്നതിലപ്പുറമായി, നനയ്ക്കുന്നതിലപ്പുറമായി ദൈവ പ്രവൃത്തിയുടെ ആഴം അവർക്ക് വേണ്ടി വെളിപ്പെടാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവരെ അറിയാത്തത്, അവർക്ക് അംഗത്വമില്ലാതിരുന്നത്, അവർ തളർന്നു പോയത്, അവർ വേദനിക്കപ്പെട്ടത്. ഇവിടെ നോക്കണേ, തലമുറയായി നിന്ന ശാപങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറുമ്പോൾ നീങ്ങിപ്പോകുകയാണ്. ലേവ്യരെല്ലാവരും മോശയുടെ അടുക്കൽ വന്നു. ലേവി ഗോത്രത്തെ ഒതുക്കാൻ നോക്കിയത് എന്നാൽ അതേ സംഖ്യാപുസ്തകം 17:8 ദൈവം ലേവ്യർക്ക് വേണ്ടി ഒരു സമയം എഴുതി കുറിച്ച് രാത്രികാല സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തപ്പെടുന്ന നിനക്ക് വേണ്ടി തമ്പുരാനിരിക്കുന്ന ഒരു സമയമുണ്ട് കുഞ്ഞെ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കുറിക്കപ്പെട്ട ഒരു സമയമുണ്ട്. നിന്റെ നിന്ന തീരാറായി. ഹല്ലേലൂയ. നീ അവരുടെ യോഗത്തിൽ പോകുക. നിനക്ക് അംഗീകാരം ലഭിക്കപ്പെടാതിരിക്കുമ്പോൾ, നിന്നെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ, നിന്നെ ചേർത്ത് പിടിക്കേണ്ടവർ നിന്നെ മാറ്റി നിർത്തുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം അതെ ഈ സംഭവ ചരിത്രം നമ്മളോട് ഇങ്ങനെ പറയുന്നു, കുഞ്ഞെ നിന്നെ ഒതുക്കാൻ നോക്കിയിടത്ത് ദൈവം നിന്നെ പുറത്തെടുക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പുറന്തള്ളിയവനെ ചേർത്ത് നിർത്തുന്ന ദൈവമുണ്ട്. Praise God. Hallelujah. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം ലേവ്യരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതിന്, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഹല്ലേലൂയ ദൈവം ലേവ്യരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതെ യാക്കോബിന്റെ തലമുറകളോട് തന്നെ ഇതൊരു നീതിയായി കാണുകയാണ്. എന്തെന്നറിയാമോ? അത് ഇന്നലകളിൽ കൂട്ടായ്മകളിൽ ആ യോഗങ്ങളിൽ ചേരരുത് എന്ന് പറയുമ്പോൾ ഇവരില്ലാതെ ഒരു യോഗം നടക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെടുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നീ തടയപ്പെടുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നീ നിന്നെ മാറ്റി നിർത്തുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ ദൂത് കൈമാറുകയോ. കുഞ്ഞെ നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു സമയം വന്നിരിക്കുന്നു. നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം നിന്റെ സമീപയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് രാത്രികാലം വിശ്വസിക്കാൻ കഴിയുമോ? ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ അടുക്കൽ വന്ന് നിശ്ചയമായും നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മാറ്റി നിർത്തിയവർ, ഇവരെ യോഗത്തിന് കൂട്ടണ്ട എന്ന് പറഞ്ഞ് ഇവരെ അകറ്റി നിർത്തിയവർ, ഇവരില്ലാതെ ഇന്ന് യോഗമില്ലാത്ത സ്ഥിതി വന്നിരിക്കുകയോ. ദൈവപ്രവൃത്തിയുടെ ആഴം എത്ര ശ്രേഷ്ഠമാ! ദൈവപ്രവൃത്തിയുടെ ആഴം എത്ര ശ്രേഷ്ഠമാ! ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ സന്ദേശം ശ്രദ്ധിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഉടയപ്പെട്ടവളായി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെയോ നിങ്ങളുടെ കരത്തിലിരുന്ന് ഒരു ചില്ല് ഗ്ലാസ് അതേ തറയിൽ വീണ്ടും പൊട്ടിപ്പോയാൽ അതിനെ വീണ്ടും അത് രൂപഭംഗി കൊടുക്കുക, അതിനെ വീണ്ടും ചേർത്ത് വെച്ച് പണിയുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉടയപ്പെട്ടതിനെ അത് വീണ്ടും പണിയുവാൻ, തകർന്നു പോയതിനെ വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ, ഹല്ലേലൂയ ആകൃതിയില്ലാത്തതിന് വീണ്ടും ആകൃതി പകരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ഈ സന്ദേശം ശ്രദ്ധിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സന്നിധിയോട് നിനക്ക് ചേർന്ന് വരാൻ കഴിയുമോ? ദൈവിക പ്രവൃത്തിയിലേക്ക് നിനക്ക് സമർപ്പിക്കപ്പെടാൻ കഴിയുമോ?
എവിടെയൊക്കെയോ ദൈവപ്രവർത്തിക്ക് അത് തടസ്സമായി ജീവിതത്തിൽ കുറവുകൾ കൊണ്ടും ബലഹീനതകൾ കൊണ്ട് നീ മാറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ചേർത്ത് പിടിക്കാൻ കഴിയാതെ അകലം വിട്ടു പോകുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു, നീ അകലം വിട്ട് സഞ്ചരിക്കേണ്ടവനല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ കഷ്ടാനുഭവ സമയത്ത് അതേ കാണുവാൻ സാധിക്കുന്നു, തന്റെ മാറോട് ചേർന്ന് അതേ തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോയിരിക്കും. നോക്കിക്കേ, ദൈവം അധികം സ്നേഹിച്ച ശിഷ്യന്മാരുണ്ട്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുണ്ട്. എന്നാൽ ഇതിനകത്ത് ദൈവം അധികം സ്നേഹിച്ച 3 പേരുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഹല്ലേലൂയ, ദൈവം ഇവരെ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ പത്രോസിനെ നോക്കിക്കേ, തന്റെ കഷ്ടതയുടെ അനുഭവത്തിനകത്ത് ഇവൻ മാറി നിൽക്കുകയാ. രാത്രികാലം ദൈവത്തിന്റെ അതേ കൃപ രുചിച്ചറിഞ്ഞ്, ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ്, ദൈവശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പൈതലെ നീ അകലം വിട്ട് സഞ്ചരിക്കേണ്ടവനല്ല. നോക്കിക്കേ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് ഓടി വരാം. അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അതേ ഹല്ലേലൂയ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പത്രോസിനെ കാണുന്നു. എന്നാൽ അതിനു മുമ്പ് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കഷ്ടാനുഭവ സമയത്ത് ആ ക്രൂശിനോട് ചേർന്ന് കുറയനക്കാരനായ ശീമോൻ ആ ക്രൂശ് താങ്ങുന്നത് പോലെ യേശു കർത്താവിന് കഷ്ടാനുഭവ സമയത്ത് ആ ക്രൂശിനോട് ചേർന്ന് നടക്കേണ്ട ഒരുവനാ പത്രോസ്. എന്നാൽ യേശു കർത്താവിന്റെ കഷ്ടാനുഭവ സമയത്ത് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ക്രൂശ് വിട്ടുമാറി നടക്കുകയാണ്. ഹല്ലേലൂയ, ആ ദൈവസ്നേഹത്തിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യേശുവിനോടൊപ്പം നടന്ന് ഒപ്പം നിന്നവൻ, അത്ഭുതം കണ്ടവന്, സകലത്തിനും സാക്ഷ്യം വഹിച്ചവന്. എന്നാൽ ഇന്ന് പത്രോസേ, നീ എവിടാ ഇരിക്കുന്നത്? നീ എന്താ പറയുന്നത്? അല്ലെങ്കിൽ നീ എവിടെയാ യാത്ര ചെയ്യുന്നത്? ചേർന്ന് നടക്കേണ്ട നീ ക്രൂശ് വിട്ട് ദൂരവേ അനുഗമിക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്നെ കാണുന്നവർ പോലും പറയുന്നു, നിന്റെ അതേ ശൈലി കാണുന്നവർ പറയുന്നു, ഇവനും ആ കൂട്ടത്തിലുള്ളവന്. എന്നാൽ നീ ആണയിടുകയാ, നീ പ്രാകുകയാ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ദൈവിക ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ ഞാനും നിങ്ങള് ക്രൂശ് വിട്ട് അകലെയാണോ? ക്രൂശ് വിട്ട് അതേ അനുഗമിക്കുകയാണോ? ക്രൂശ് വിട്ട് അകലം വിട്ട് അനുഗമിക്കുകയാണോ? ഇന്ന് രാത്രികാലം അവന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ വീണ്ടും നമുക്ക് പത്രോസിനെ കാണാൻ കഴിയുന്നു. തന്റെ തെറ്റോർത്ത് പുറത്തുപോയി അതീവ ദുഃഖത്തോടെ കരയുന്നു. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് വീണ്ടും ഒന്ന് ഓടി വരാൻ കൊതിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം പത്രോസിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഈ സന്ദേശം ശ്രദ്ധിക്കപ്പെടുമ്പോൾ, കുഞ്ഞെ, നിന്നെ അകറ്റി നിർത്തിയിടത്ത് ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. നീ അകലം വിട്ടു പോയിട്ടുള്ളിടത്ത് നിന്ന് ഒരു പൊട്ടിക്കരച്ചിലോടെ നീ മടങ്ങി വന്നാൽ അവൻ നിന്നെ ചേർത്ത് പിടിക്കും. എന്ന് പറഞ്ഞാൽ അല്ല, അവിടെ കൊണ്ട് തീരുകയല്ല, ചേർത്ത് പിടിച്ച് നിർത്തുകയല്ല. ഹല്ലേലൂയ, നിനക്ക് നിഷേധിക്കപ്പെട്ട ചിലതുണ്ടല്ലോ, നിനക്കിതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞ, നിനക്കിതിന് കഴിവില്ലെന്ന് പറഞ്ഞ, നിന്നെ അകറ്റി നിർത്തിയ ഓരോ മേഖലകൾക്കകത്ത് ദൈവം നിന്റെ കരങ്ങളെടുക്കാനിടയായി തീരും. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് അപ്പോസ്തല പ്രവർത്തികൾ പഠിക്കപ്പെടുമ്പോൾ ആത്മശക്തിയോട് കൂടെ ഹല്ലേലൂയ ഇന്നലകളിൽ ആത്മമണവാളനെ തള്ളിപ്പറഞ്ഞ് അത്ഭുതം കണ്ട് ദൈവിക വിടുതൽ അനുഭവിച്ച പത്രോസേ, നീ എന്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് വളരെ വേദനയിലായിരിക്കപ്പെടുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാ. അവൻ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിന്റെ മുമ്പിൽ ദൈവസ്നേഹം അവനെ മാടി വിളിച്ചു. ദൈവസ്നേഹം അവനിലേക്ക് കടന്നു വന്നു. അല്ല, ഇന്നലെ വരെ ഇല്ലാത്തൊരു ദൈവിക ശക്തി ദൈവം അവന്റെ പകർന്നു. അതേ അപ്പോസ്തല പ്രവൃത്തി, ഞാൻ അതിനിങ്ങനെ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ തന്റെ ദാസന്മാരെ ഉപയോഗിച്ച ദൈവ പ്രവർത്തിയുടെ ആഴമ ആ പുസ്തകം മുഴുവൻ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പത്രോസിനെ പറ്റി കാണുന്നു, എത്ര ശക്തമൊരു ദൈവിക ശുശ്രൂഷകൾക്ക് പത്രോസ് നേതൃത്വം കൊടുക്കുന്നവനായി തീർന്നു. ഇന്ന് രാത്രികാലം എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുമ്പോൾ, ഹല്ലേലൂയ, എവിടെയെങ്കിലും ഒക്കെ നീ അകറ്റി നിർത്തിയിടത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്